വെൽക്കം ബാക്ക് ടു SSC മലയാളി. സോ SSC CGL 2026 ഒരുപാട് പേര് കാത്തിരിക്കുന്ന, കൃത്യമായ പ്രിപ്പറേഷനിലൂടെ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് എക്സാംസ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇനി വെറുതെ കളയാനോ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്താനുള്ള ഒരു അധിക സമയം നമ്മുടെ പക്കലില്ല. കാരണം SSCയുടെ ഒഫീഷ്യൽ കലണ്ടർ പ്രകാരം ഈ മാർച്ച് മാസം തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിപ്പോൾ ഏതാണ്ട് മിഡ് മാർച്ച് ആയല്ലോ, അപ്പം വെരി സൂൺ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് ദാറ്റ് ഹാപ്പൻസ്, അടുത്ത മാസം തന്നെ, അതായത് ഏപ്രിലിൽ തന്നെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുകയും തുടർന്നുള്ള മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും നമ്മുടെ Tier 1 എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. പ്രോബബിളി മെയ് ആയിരിക്കും. ഇനി ഒരുപക്ഷെ ഇത് ജൂണിലേക്ക് മാറ്റി വെച്ചാൽ വി ഗെറ്റ് എൻ എക്സ്ട്രാ മന്ത്, അല്ലെ, ഒരു മാസത്തെ അധിക പ്രിപ്പറേഷനുള്ള സമയം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. സോ ഹോപ്പ്ഫുള്ളി അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം, അല്ലേ. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. SSC CGL 2026 ആവശ്യമായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരുക്കം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക സീരിയസ്നെസ് എല്ലാവരും കൊടുക്കണമെന്ന് ആദ്യമേ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ്. സോ ഇന്നത്തെ സെഷനിൽ CGL 2026 ബന്ധപ്പെട്ട ഒരു ബൃഹത്തായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോ ഗൈഡ് ലൈൻസോ ഒന്നുമല്ല ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. മറിച്ച് ഈ ഒരു ഫൈനൽ ലാപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ സെഷനുമായിട്ട് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോ ഇന്ന് ഞാൻ വളരെ പ്രത്യേകം അഡ്രസ്സ് ചെയ്യുന്നത് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെയാണ്. അതായത് ബേസിക് ആയിട്ടുള്ള പരിശീലനം പൂർത്തിയാക്കിയ, അടിസ്ഥാനപരമായ സിലബസ് ഒക്കെ കവർ ചെയ്ത, എന്നാൽ ഓവറോൾ സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരോടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇന്ന് സംസാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്ട്രഗിൾ ഇൻ ദ സെൻസ്, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, മാത്സിൽ എടുക്കുകയാണെങ്കിൽ മാത്സിൽ അത്യാവശ്യം കോൺസെപ്റ്റുകളൊക്കെ വെൽ വേഴ്സ്ഡ് ആണ്, നന്നായിട്ട് അറിയാം. പക്ഷേ യൂണിറ്റ് കൺവേർഷനിലും അതുപോലെ തന്നെ അപ്രോക്സിമേഷനിലൊക്കെ ചെറിയ എറർ വരുത്തുന്നത് പോലെ മാർക്ക് നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അല്ല, ചില ചോദ്യങ്ങൾ ടഫ് ആയതുകൊണ്ട് അൺഅറ്റൻഡഡ് ആയി വെക്കുന്നു, അങ്ങനെ മാർക്ക് നേടാൻ പറ്റുന്ന ഒരു മേഖല കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്ന ആൾക്കാർ. ഇനി റീസണിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ അസംഷൻ, ഇൻഫറൻസ്, അതുപോലെ തന്നെ കോഴ്സ് ഓഫ് ആക്ഷൻ കൈൻഡ് ഓഫ് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ വളരെ അധികമായിട്ട് ഈ എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ ചോദിക്കപ്പെടാറുണ്ടല്ലേ. അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്, കൃത്യമായ ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. ഇനി ഇംഗ്ലീഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ മാറ്റം വന്നിട്ടുള്ളൊരു വിഷയമാണ്, അല്ലേ. ഞാൻ പേഴ്സണലി പഠിപ്പിക്കുന്നൊരു വിഷയമായതുകൊണ്ട് വളരെ ആധികാരികമായി എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും. സോ മുൻവർഷങ്ങളിൽ കൃത്യമായ ഒരു പാറ്റേൺ അനുസരിച്ചാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ വന്നപ്പം ഇതൊക്കെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയി. അതായത് ഒരു സെന്റൻസിന്റെ നേച്ചറും ഒരു സെന്റൻസിന്റെ സ്ട്രക്ചറും വളരെ കൃത്യമായിട്ട് അറിയുന്ന ആൾക്ക് മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയി. ഫോർ എക്സാമ്പിൾ നമ്മുടെ TCS പാറ്റേണിൽ ഒരു 40 or 45 അബവ് സ്കോർ ചെയ്യാന്നുള്ളത് ദാറ്റ് വാസ് അബ്സല്യൂട്ട്ലി പോസിബിൾ എന്ന് മാത്രമായിരുന്നില്ല, ദാറ്റ് വാസ് കമ്പാരിറ്റീവ്ലി ഈസിയർ ആസ് വെൽ. കാരണം ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. ആ പാറ്റേൺ അനുസരിച്ച് ഇത് ഒരു ചുറ്റുവട്ടത്തിന് മാത്രമേ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ആ നിയമങ്ങൾ പഠിക്കുക, ഗണ്യമായിട്ടുള്ള ഒരു വൊക്കാബുലറി ഉണ്ടായിരുന്നെങ്കിൽ ഏതൊരു ആസ്പിരന്റിനെ സംബന്ധിച്ചും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നിഷ്പ്രയാസം ചാടിക്കടക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു. ദാറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ ചലഞ്ച്. എന്നാൽ ഇപ്പോൾ ആ പിക്ചർ കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ്. അല്ല, ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പം കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഗ്യാപ്പ് വരുന്നു, മെമ്മറി റിട്ടൻഷൻ പോസിബിൾ ആകുന്നില്ല, ഹിസ്റ്ററിയിലെ ചില ഫാക്ട്സ് ഒക്കെ മറന്നു പോകുന്നു, ഏത് ടെക്നിക്ക് ഉപയോഗിച്ച് ഏത് രീതി ഉപയോഗിച്ച് പഠിക്കണമെന്ന് കൃത്യമായിട്ടൊരു ഗൈഡൻസ് കിട്ടാനില്ല. നെമോണിക്സ് ഉപയോഗിച്ച് പഠിക്കണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് പഠിക്കണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വരുമ്പോൾ പകച്ചു പോകുന്നു. ഒരുപക്ഷെ നമ്മൾ നന്നായിട്ട് പഠിച്ച് നമുക്ക് നല്ലോണം അറിയുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തിൻ്റെ ക്രൂക്കഡ്നെസ്സും ഉണ്ട്. ക്രൂക്കഡ്നെസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാനുള്ള ആ ചോദ്യത്തിൻ്റെ എബിലിറ്റി കാരണം മാത്രം മാർക്ക് കളഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. സോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെങ്കിൽ മൈ ഡിയർ വൺസ്, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന രീതിയിൽ, അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ SSC മലയാളിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. SSC മലയാളിയുടെ കൂടെ എന്ന് പറയുമ്പം ഞാനങ്ങനെ ഭംഗി വാക്ക് പറയുന്നതൊന്നുമല്ല. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം, ഇവരെല്ലാവരും നമുക്ക് 2024 CGL ഈ ഒരു ഒറ്റ സ്ഥാപനത്തിൽ നിന്നുള്ള അച്ചീവേഴ്സാണ്. ഇത്രയും പേര് 54+ ആൾക്കാർ ക്വാളിഫൈ ചെയ്തു, ഒറ്റ സ്ഥാപനത്തിൽ നിന്നുള്ള കാര്യമാണ്. സോ ഇവരൊക്കെയും ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഒക്കെ SSC മലയാളിയുടെ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് അവരവരുടെ സ്വപ്നങ്ങൾ നേടിയെടുത്ത ആൾക്കാരാണ്. സോ ഈ വിജയ ഫോർമുല വീണ്ടും ആവർത്തിക്കാൻ SSC മലയാളി നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നു. SSC മലയാളി അഡ്വാൻസ്ഡ് മിഷൻ ബാച്ച് 2.0 കംപ്ലീറ്റ്ലി ഓൺലൈൻ ബാച്ചാണ്. ഓക്കെ, സോ ഈ ബാച്ചിനെ പറ്റിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന ചില ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു
ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകാം, പലരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നിയ ഒരു വീഡിയോ ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു മിഷൻ ബാച്ച് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് കിട്ടുക എന്നതിനെ പറ്റി ഒരു ക്ലാരിറ്റി വരുത്താമെന്ന് ചിന്തിച്ചത്. സോ എന്തൊക്കെയാണ് ഓൺലൈൻ മിഷൻ ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സാധ്യതകൾ ഒന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അപ്പം ഒരാഴ്ച 2 അല്ലെങ്കിൽ 3 ഹൈ ഇൻറ്റൻസ് പ്രാക്ടീസ് ഓറിയൻറ്റഡ് സെഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പം ഹൈ ഇൻറ്റൻസ് പ്രാക്ടീസ് സെഷൻ എന്ന് മനഃപൂർവ്വം പറയുന്നതാണ്. കാരണം ഒരിക്കലും നമ്മൾ ബിഗിനേഴ്സിനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള സെഷൻസോ ക്ലാസ്സുകളോ അല്ല ഇത്. മറിച്ച് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അവർ കോമൺ ആയിട്ട് അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അവയെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഓരോ ബാച്ച് നമ്മളിങ്ങനെ ഡിവൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓരോ ക്ലാസ് നമ്മൾ ഡിവൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി. എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ? ചിലത് ഞാൻ മുൻപേ മെൻഷൻ ചെയ്തിരുന്നു അല്ലേ. ഫോർ എക്സാമ്പിൾ മാത്സിലാണ് നിങ്ങളിപ്പോൾ ഒരു 25 ചോദ്യം ചെയ്യുമ്പം ഒരു 2-3 ചോദ്യങ്ങൾ സില്ലി മിസ്റ്റേക്ക് കാരണം അതിലെ മാർക്ക് ഒലിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ അത് ടഫാണെന്ന് കരുതി ചില വേറെ 2-3 ചോദ്യങ്ങൾ നമ്മൾ അൺഅറ്റൻഡായി വെക്കുന്നു. നമുക്ക് ലഭിക്കാവുന്ന മാർക്ക് പോലും സെക്യൂർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അല്ലെങ്കിൽ മാത്സിലെ അത്യാവശ്യം കോൺസെപ്റ്റുകളിലൊക്കെ വെൽവേഴ്സ്ഡ് ആണ്. നമ്മൾ ഈ ബേസിക് ഫോർമുലയൊക്കെ കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് വേഗം അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ SSC അത് പലപ്പോഴും ട്വിസ്റ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഡിഫറെൻറ്റ് റേറ്റ്സ് ഉള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ജോമെട്രി വിത്ത് കോർഡിനേറ്റ് ആൻഡ് ട്രിഗണോമെട്രി ആപ്ലിക്കേഷൻ, മെൻസുറേഷൻ വിത്ത് ഡിഫറെൻറ്റ് ഷേപ്സ്, ഇതൊക്കെ വരുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. ഓക്കെ, നമ്മൾ ഈ ട്രിഗണോമെട്രിയിലെയും ജോമെട്രിയിലെയും ചോദ്യങ്ങൾക്കൊക്കെ ചുമ്മാ വെറുതെ ആവശ്യമില്ലാത്തൊരു 30-40 സെക്കൻഡ് അധികം ചെലവഴിക്കുകയാണ്, വിച്ച് കുഡ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ അതർ സെക്ഷൻസ്. മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള വിലപ്പെട്ട സമയമാണ്. അപ്പം അത് ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ എൻറ്റയർ സെക്ഷൻ കൊളാപ്സസ്. നമ്മളെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. ദ സെയിം ഗോസ് വിത്ത് റീസണിങ് ആസ് വെൽ. നമ്മൾ എന്താണ് പറയുക, നോൺ വെർബൽ നമ്മുടെ ഫിഗർ ബേസ്ഡ് ട്രാപ്സ്, അല്ലെങ്കിൽ ഫിഗർ ഫോൾഡിങ് കട്ടിങ് വിത്ത് അതുപോലെ അസിമെട്രിക്കൽ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ മിറർ ഇമേജസ് വിത്ത് കോംപ്ലക്സ് പാറ്റേൺസ്, ഇതൊക്കെ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് റീസണിങ്, പലരും ചിന്തിക്കുന്ന ഇതാണ്, റീസണിങ് എൻ്റെ സ്ട്രോങ് ഏരിയ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാക്ടീസും സ്കിപ്പ് ചെയ്ത് അവസാനം ഇത് വൺ ഓഫ് ദ ബിഗസ്റ്റ് ടൈം കില്ലേഴ്സായി മാറുന്ന കാഴ്ചയാണ് പലയിടത്തും നമ്മൾ കാണാറുള്ളത്. ഇനി ഇംഗ്ലീഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമർ, വൊക്കാബുലറി, കോംപ്രഹെൻഷൻ, ഈ 3 മേഖലകളിലാണല്ലോ നമ്മൾ എക്സെൽ ചെയ്യേണ്ടത്. ഈ വൊക്കാബുലറി കുറച്ചും കൂടി ജേർണലിസ്റ്റിക്കായി. ബ്ലാക്ക് ബുക്കിൽ നിന്നുള്ള മുൻപ് TCS പാറ്റേണിൽ വളരെ ഡയറക്റ്റ് ആയിട്ടായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതെങ്കിൽ വൊക്കാബുലറി ബേസ്ഡ്. ഇപ്പോൾ അങ്ങനെയല്ല, കോണ്ടെക്സ്ച്വൽ മീനിങ് ആണ് പ്രാധാന്യം. ഇപ്പോൾ ഒരു മീനിങ്ങിന് തന്നെ ഒരേ വാക്കിന് തന്നെ പല മീനിങ്ങുകളും അർത്ഥതലങ്ങളും ഉണ്ടാകാം അല്ലേ. അത് ആ ഒരു സെന്റൻസിന്റെ കോണ്ടെക്സ്റ്റിന് റെലവൻ്റ് ആയിട്ടുള്ള അർത്ഥം ഏതാണ് എന്ന രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക. അല്ല ജേർണലിസ്റ്റിക് വാക്കുകൾ വരുന്നത് നമ്മൾ ഈ പത്രങ്ങളിലും ലേഖനങ്ങളിലൊക്കെ കണ്ടുവരുന്ന ചില പദപ്രയോഗങ്ങളും ഇഡിയംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരെണ്ണം കണ്ടത് ഞാനിങ്ങനെ ആലോചിക്കുന്നു, ട്രൂ ബ്ലൂ. അതൊന്നും നമ്മുടെ ബ്ലാക്ക് ബുക്കിലൊന്നും അങ്ങനെ കാണാത്തൊരു ഇതാണ്. പക്ഷെ അത് പറഞ്ഞ പത്രം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ അതിൻ്റെ ഉത്തരം വേഗം എഴുതും. ഓക്കെ, അപ്പം ഞാനതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് അല്ലെ. ഗ്രാമർ കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയി, അതും കോണ്ടെക്സ്ച്വലായി മാറി എന്നുള്ളതാണ്. ക്ലോസ് ടെസ്റ്റ്, റീഡിങ് കോംപ്രഹെൻഷൻ, ഇത് റീഡിങ് കോംപ്രഹെൻഷൻ ഒക്കെ ഫാക്ട് ബേസ്ഡ് എന്നതിനേക്കാൾ മാറി ഇൻഫറൻസ് ബേസ്ഡ് ആയി. അപ്പം ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഗ്രാമർ, അതുപോലെ തന്നെ വൊക്കാബുലറി പ്ലസ് വായനാശീലം, ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഗ്രാമറിൽ തന്നെ നമ്മൾ TCS പാറ്റേണിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. എന്നാൽ എഡ്യൂക്കേറ്റീവ് പാറ്റേണിലേക്ക് വരുമ്പോൾ നമ്മൾ അത്ര പരിചയപ്പെടാത്ത ടോപ്പിക്കുകൾ കൂടി അതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ക്ലോസസ് ആൻഡ് ഫ്രേസസ്, അല്ലെ സബ്ജക്റ്റീവ് മൂഡ്, ഇൻവേർഷൻ, ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ഒന്ന് നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് ഈ ക്ലാസ്സുകൾ മൊത്തം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ചോദിക്കാം, ത്രൂ ഔട്ട് ചോദിക്കാം. അപ്പം ഒരു സെഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 2 മണിക്കൂറായിരിക്കാം, അല്ലെങ്കിൽ 3 മണിക്കൂർ. ഇതാണ് അതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. പക്ഷെ നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 സെഷൻ മാത്രമേ ഉള്ളത് കൊണ്ട് ഒരു സെഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒന്നെങ്കിൽ 2 മണിക്കൂറായിരിക്കും, അല്ലെങ്കിൽ 3 മണിക്കൂറായിരിക്കും. ഇത് ഈവനിങ് ആയിരിക്കും കണ്ടക്ട് ചെയ്യപ്പെടുക. പലരെ സംബന്ധിച്ചും പകൽ സമയത്ത് പല കാര്യങ്ങളും നിർവഹിക്കാനുണ്ടാകും. ചിലർ വർക്കിന് പോകുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഈ പകൽ സമയം നിങ്ങൾക്ക് കംപ്ലീറ്റ് റിവിഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചോളൂ. വൈകുന്നേരം നമുക്കൊരു മിക്കവാറും 6 to 8 എന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ വരിക, അല്ലെങ്കിൽ 7 to 9 ആയിരിക്കും. അപ്പം ഈ ഒരു ടൈം ഫ്രെയിംസിൽ മാത്രമേ നമ്മൾ ക്ലാസ് നടത്തുകയുള്ളൂ. മിക്കവാറും അത് 6 to 8 തന്നെ ആയിരിക്കും. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു സെഷനും കൂടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു ഉപകാരമാകും, മൊത്തത്തിലൊരു ബൂസ്റ്റ് ആവും എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഡെയിലി ക്വിസ് പ്രാക്ടീസ്, നിങ്ങളുടെ വളർച്ച അളക്കാൻ പാകത്തിനുള്ള റെഗുലർ മോക്ക് ടെസ്റ്റുകൾ, അത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും,
നമ്മുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ SSC മലയാളം ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ, അതിൽ തന്നെ ഒരുപാട് ഫ്രീ മെറ്റീരിയൽസും കാര്യങ്ങളും ഉണ്ട്. അത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു SSC മലയാളി ആപ്ലിക്കേഷനിലൂടെ ആയിരിക്കും ത്രൂ ഔട്ട് ഈ ക്ലാസ്സുകൾ, ഈ ഒരു ബാച്ച് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മെന്റർ സപ്പോർട്ട് എന്നുള്ളത്. നിങ്ങൾ എപ്പോൾ ഈ ബാച്ചിന്റെ ഭാഗമാകുന്നു അന്ന് നിങ്ങളെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്കോ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ ആഡ് ചെയ്യും. അവിടെ നിങ്ങളെ പഠിപ്പിക്കുന്ന സാറുമാരുണ്ടാവും, ടീച്ചേഴ്സും ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളെ ഗൈഡ് പാകത്തിനുള്ള മെന്റേഴ്സും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ലേണിംഗ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്നേ, മറ്റാരും അവിടെ ഇല്ല. എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് ഇതിനു വേണ്ടി തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒരു ഡിസ്ട്രാക്ഷനോ മറ്റെന്തെങ്കിലും അലമ്പോ അങ്ങനെയുള്ള ഒരു കാര്യവും ഉണ്ടാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയൺമെന്റ്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്ന, പുതിയ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള ലേണിംഗ് എൻവയൺമെന്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു കമ്മ്യൂണിറ്റി പോലെ തന്നെ മുന്നോട്ടേക്ക് പോകും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഒരു ബേസ് ലെവലിലുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, മറിച്ച് അതൊക്കെ നമുക്കറിയാം, നമുക്ക് ചെയ്യാനുള്ളൊരു പ്രാപ്തിയും കഴിവും ഒക്കെ ഉണ്ടല്ലേ. നമ്മൾ അങ്ങോട്ട് മാത്രം നോക്കിയാൽ മതി. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ Tier 2 ചോദിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട്, അതായത് നിങ്ങളിത് എടുക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഒരു ജീവിതക്രമം ഇങ്ങനെയായിരിക്കും മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, സോ ഇപ്പോൾ പലരെ സംബന്ധിച്ചൊരു കൺസേൺ ആണ് ഇതിന്റെ ഫീ എത്രയാണ് എന്നുള്ളത്. അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ചിലരൊന്നും അങ്ങനെ പറയാറില്ല അല്ലേ, മൊത്തം കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഫീക്ക് വേണ്ടി വിളിക്കുക എന്നുള്ളതാണ്. ഞാൻ ഫീ പറഞ്ഞു തരാൻ നോക്കിയേ. 1499 രൂപയാണ് ഈ ഒരു ഓൺലൈൻ മിഷൻ ബാച്ചിൻ്റെ ഒരു ഫീ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന ഡേറ്റും കൂടി ഇതാ പിടിച്ചോളൂ. മാർച്ച് 16 കേട്ടോ. മാർച്ച് 16 എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച. അന്നായിരിക്കും നമ്മുടെ ഫസ്റ്റ് സെഷൻ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ ഓഫറിനെ സംബന്ധിച്ച വിവരങ്ങളും മറ്റു പ്രായോഗികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാനോ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ആർക്കെങ്കിലും റെഫർ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഇതാ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. താഴെ ഞാൻ കമൻറ്റിലും പിൻ ചെയ്യാം. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളൊരു ബാച്ചാണ്. ഇതൊരു സുവർണ്ണ അവസരമായിട്ട് കണക്കാക്കുക. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്കാവുന്ന രീതിയിൽ എന്താണ് പറയുക, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത സെഷനിൽ കാണാം കേട്ടോ. താങ്ക് യു.